ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നറൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പം നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുന്നതെങ്കിൽ, ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മിക്സിയിൽ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാ പച്ചവെള്ളമാണേ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 1/2 കപ്പ് ചിരകിയ തേങ്ങയും 1 കപ്പ് അപ്പം പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്നില്ലേ, ആ പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാൻ നോക്കി. അപ്പോൾ വെള്ളം കുറവായിരുന്നു. വീണ്ടും ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതങ്ങ് അരച്ചെടുത്തു. ഇനി ഞാനതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതുവരെ ഞാൻ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പോളം വെള്ളമാണ് ഒഴിച്ചത്. വീണ്ടും ഞാൻ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് അതിലേക്ക് ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഏകദേശം 2-2.5 കപ്പോളം വെള്ളം വേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൊടിക്കൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ഇതിന് മാറ്റം വരാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയാക്കി കിട്ടാൻ. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോൾ കുറേ പേർക്കൊക്കെ ഐഡിയ കിട്ടിക്കാണും എന്താണെന്ന് ഉണ്ടാക്കുന്നതെന്നുള്ളത്. നീർദോശയാണ്. കൂടുതൽ മംഗലാപുരം അതുപോലെ കാസർഗോഡ് ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതേപോലെ തന്നെ ഡിന്നറിനൊക്കെ ആയിട്ടൊക്കെ കഴിക്കാറുള്ളത്. വളരെ ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. ഇത് പുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാറ്റർ അരച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഈസ്റ്റോ പ്രത്യേകിച്ച് ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ നമ്മളിതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിവിടെ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചു. മീഡിയം ടു ഹൈ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ പാൻ ഇരിക്കേണ്ടത്. പാൻ നന്നായി ചൂടായ ശേഷം നമ്മൾ മാവ് കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം കോരി ഒഴിക്കുമ്പോഴും നന്നായിട്ട് ഇളക്കിയ ശേഷം വേണം കോരി ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ അരിപ്പൊടി നമ്മുടെ ബാറ്ററിൻ്റെ അടിയിൽ വന്ന് അടിഞ്ഞു കിടക്കാൻ ഇടയുണ്ട്. അത് ഓരോ പ്രാവശ്യം അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു വല പോലുള്ളൊരു എന്താ പറയുക, ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലാണ് നമ്മുടെ ഈ ഒരു നീർദോശ ഇരിക്കുന്നത്. കഴിച്ചിട്ടുള്ളവർക്കും കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളതൊന്ന് മടക്കി എടുക്കുകയാണ്. നീർദോശ സാധാരണ മറച്ചിട്ട് 2 വശം വേവിക്കുന്ന രീതിയിലല്ല, തീരെ കനം കുറഞ്ഞ ദോശയാണ്. നമുക്ക് മറച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അങ്ങ് മടക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എമ്മി ആയിട്ടുള്ള നീർദോശ റെഡിയായി കിട്ടും. വളരെ എളുപ്പമല്ലേ. നമുക്ക് തലേദിവസം അരച്ചെടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ ചിരകിയ തേങ്ങ ഇല്ല എങ്കിൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ അതിന് പകരം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ തേങ്ങാപ്പൊടി ഉപയോഗിക്കാം. ഏതാണെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നല്ല ചൂട് ചായയും അതേപോലെ തന്നെ നീർദോശയാണ് ഇന്നത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് മുമ്പ് നമ്മൾ നീർദോശയുടെ റെസിപ്പി നമ്മുടെ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ കുറേ നാളായിട്ടോ കാണിച്ചിട്ട്. അന്ന് ചേച്ചിയാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അതാ ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഈ ഒരു അളവിൽ 7-8 എണ്ണത്തോളം നീർദോശ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് ഈ ഒരു വലിപ്പത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ പൊടിയും വെള്ളവും അതേപോലെ തേങ്ങയൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ കറിയുടെ കൂടെയാണ് ഈ ഒരു നീർദോശ കഴിക്കുന്നത്. ഞാൻ നേരത്തെ ഉണ്ടാക്കിയത് ബാക്കിയിരുന്ന വളരെ കുറച്ച് മാത്രമേ ചിക്കൻ കറി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ നീർദോശ ഉണ്ടാക്കിയാണ് കഴിച്ചത്. അപ്പോൾ അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ലഞ്ചും ഇതേപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് നമ്മുടെ പരിപ്പും ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുത്തു. കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പുമാണേ. പിന്നെ ഒരു 2 വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ചെറിയ സവാളയായിരുന്നു കേട്ടോ ഞാൻ എടുത്തത്, അതുകൊണ്ട് 2 എണ്ണം എടുത്തു. ഒരു മീഡിയം വലിപ്പമൊക്കെ ആണെങ്കിൽ 1 സവാള തന്നെ ധാരാളമാണ് ഞാൻ ഈ പറയുന്ന അളവിനാണെങ്കിൽ. അപ്പോൾ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 പോട്ട് മീൽ പോലെയൊക്കെ കഴിക്കാവുന്ന, വേറെ പ്രത്യേകിച്ച് കടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും തക്കാളിയൊക്കെ വഴണ്ടി വന്നു. അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും
1 ടീസ്പൂൺ മീറ്റ് മസാലയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വഴറ്റി പൊടികളുടെ പച്ചമണം മാറിയ ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വേവിച്ച ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പോളം ചോറുണ്ടായിരുന്നു കേട്ടോ, അരി ഉണ്ടായിരുന്നു. 2 കപ്പോളം അരി ഉണ്ടായിരുന്നു. അത് കൂടുതൽ വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബസ്മതി റൈസ് തന്നെ ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് ചിലപ്പോൾ തലേദിവസമൊക്കെ ചോറുണ്ടാക്കിയിട്ട് അത് ബാക്കി വരും, പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്കിതാ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഈ ബസ്മതി റൈസിന് പകരം നമ്മുടെ സാധാ ചോറ് എടുത്താൽ മതി. അതല്ല എങ്കിൽ ബസ്മതി റൈസോ അല്ലെങ്കിൽ ജീര റൈസോ ഏതാണേലും കുഴപ്പമില്ല. ഏതാണേലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള എമ്മി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ ഒരു തക്കാളി ചോറെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലഞ്ചിനും അതേപോലെ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള എമ്മി ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ടൊമാറ്റോ റൈസ്. അപ്പോൾ അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടെ തൂവിയ ശേഷം ഇനി ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ നമ്മുടെ ഈ ഒരു ടൊമാറ്റോ റൈസിൻ്റെ കൂടെ പപ്പടവും അതേപോലെ തന്നെ അച്ചാറും സാലഡൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. കുറച്ച് തൈര് മാത്രം മതി. തൈരും അച്ചാറും ഉണ്ടെങ്കിൽ വേറെ ഒന്നും തന്നെ വേണ്ട. വളരെ ഈസി അല്ലേ. ഒരു 1 പോട്ട് മീലാണ് നമ്മുടെ ഈ ഒരു ടൊമാറ്റോ റൈസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് ടൊമാറ്റോ റൈസ്, നമ്മുടെ തക്കാളി ചോറും പപ്പടവും സാലഡും അച്ചാറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഡിന്നർ. അപ്പോൾ ഡിന്നറിന് ഇവിടെ 2 വലിയ ഫുൾ കോഴി എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോകണം. ഞങ്ങൾക്ക് 2 പേർ കൂടി 2 ചിക്കൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് അതിശയിക്കുന്നുണ്ടായിരിക്കില്ലേ. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്കല്ല, നമ്മളിന്ന് വൈകിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുമ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ വേണമല്ലോ ചിക്കൻ. അതുകൊണ്ടാണ് 2 ഫുൾ ചിക്കൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ ചിക്കനിൽ ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന പേസ്റ്റൊക്കെ അതിനകത്തേക്ക് ചിക്കൻ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിവിടെ നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും കുറച്ച് കസൂരി മേത്തിയും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി ഏകദേശം 2 പിടിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇത് നന്നായിട്ട് നമുക്ക് അരച്ച് പേസ്റ്റ് പോലെ കിട്ടണം. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും തൈര് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു പേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ മാരിനേഷൻ ഗ്രീൻ മാരിനേഷൻ അല്ല കേട്ടോ. നമ്മൾ പൊടികളെല്ലാം ചേർക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം ഈ പച്ച കളറിലുള്ളതെല്ലാം കൂടെ ഒരുമിച്ച് അരച്ചെടുത്ത് കുറച്ച് നാരങ്ങ നീരും അതേപോലെ തന്നെ ഒലിവ് ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് മുകളിലേക്ക് മഞ്ഞൾപ്പൊടി, നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൊടികളെന്ന് പറയുന്നത്. പിന്നെ അല്പം ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചാട്ട് മസാല ഏകദേശം നമ്മൾ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഒരു 1/4 ടീസ്പൂണോളം മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ നമ്മുടെ ചിക്കൻ്റെ മുകളിലേക്ക് നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും ഇതൊക്കെ കൂടി അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് നല്ല ഫൈനായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എങ്കിലേ നമുക്ക് മാരിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ ചിക്കൻ്റെ പുറത്ത് നല്ലൊരു കോട്ടിംഗ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഗ്രിൽ ചിക്കനും അതേപോലെ തന്നെ കുബൂസും അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പിലിട്ട് നമ്മുടെ വെള്ളരിക്കയും ക്യാരറ്റും ഒക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ചില്ലുകുപ്പിയിൽ അരിഞ്ഞ കുക്കുമ്പറും ക്യാരറ്റും ആവശ്യത്തിന് ഉപ്പും നല്ല തിളച്ച വെള്ളവും അതേപോലെ തന്നെ ആവശ്യത്തിന് വിനാഗിരിയും ചേർത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഇതിങ്ങനെ ആക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും കഴിക്കാം കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗ്രിൽ ചിക്കൻ്റെ ഒപ്പമുള്ള ആ ഒരു സാലഡ് അല്ലെങ്കിൽ ആ ഒരു പിക്കിളൊക്കെ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. എനിക്കാണെങ്കിൽ ഉപ്പിലിട്ട സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമായിട്ടോ, പ്രത്യേകിച്ച് നെല്ലിക്ക, മാങ്ങ, ക്യാരറ്റ്, കുക്കുമ്പറൊക്കെ. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങൾക്കിപ്പോൾ പച്ചമുളകിന് പകരം കാന്താരിമുളക് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ കാന്താരിമുളക് നമുക്ക് അന്ന് വൈകിട്ട് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റില്ല. ചൂടുവെള്ളവും ആ വിനാഗിരിയും കൂടെയൊക്കെ ചേർന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് ക്യാരറ്റും അതേപോലെ തന്നെ കുക്കുമ്പറൊന്നും ഒരുപാട് നാൾ ഈ ഉപ്പിലും വിനാഗിരിയിലൊന്നും കിടക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ.
അപ്പോൾ നമ്മളിത് ഗ്രില്ല് ചെയ്യണം. അപ്പോൾ ഗ്രില്ല് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ വെച്ചല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചായിരുന്നു. നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് ഗ്രില്ല് ചെയ്യാൻ വെച്ചപ്പോൾ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി. ഏകദേശം ചിക്കൻ ഗ്രില്ല് ചെയ്ത് വരാറായപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലോ എന്ന് ഓർത്തത്. അപ്പോൾ നമ്മൾ ഫുൾ ചിക്കനായിട്ട് മാരിനേറ്റ് ചെയ്തെങ്കിലും ഇത് ചിക്കനൊന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കൈയും കാലൊക്കെ വിടർന്ന് പോകുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ അത് വെന്ത് വന്നു. അപ്പോൾ നമ്മൾ തിരിച്ചിടാൻ നേരത്ത് അതുകൊണ്ട് അത് മുറിച്ചാണ് ഗ്രില്ല് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗ്രില്ല് ചെയ്യുക എന്ന് അറിയില്ലോ എന്ന് വിചാരിക്കേണ്ട. നമ്മൾ അൽഫാം ഉണ്ടാക്കുന്നതിൻ്റെയും ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കിയാൽ മതി എങ്ങനെയാണ് ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ ചെയ്തത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രിയിലായിരുന്നു കേട്ടോ പ്രീ ഹീറ്റ് ചെയ്തിരുന്നത്. ഓവൻ്റെ അകത്ത് നമ്മൾ ചിക്കൻ വെച്ചു. ഒരു 15 മിനിറ്റ് നേരം ഓരോ വശങ്ങളും വെച്ച ശേഷം പിന്നീട് അവസാനം ഗ്രിൽ മോഡിലേക്ക് മാറ്റുമായിരുന്നു ചെയ്തത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്നപ്പോൾ നല്ല കിട്ടു അൽഫാമും അതേപോലെ കുബൂസും നമ്മുടെ പിക്കിളൊക്കെ റെഡിയായി. കുബൂസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണേ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഡിന്നർ എന്ന് പറയുന്നത്. നല്ല എമ്മി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡിന്നറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ.